നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇസ്രയേലും ലബനനും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാർ വന്നുവെങ്കിലും ചില നിബന്ധനകൾ ഇസ്രയേൽ വെച്ചിരുന്നു. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് തെക്കൻ ലബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കില്ല എന്നുള്ളതായിരുന്നു. ലബനന്റെ ഭാഗത്ത് നിന്ന്, ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു നീക്കം ഇസ്രയേലിന് നേർക്കുണ്ടായാൽ അതിശക്തമായ ആക്രമണം നടത്തും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു. അതിൽ ഈ തെക്കൻ ലബനൻ വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരുന്നു ഇസ്രയേൽ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത്. ഈ വെടിനിർത്തലിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുമ്പോഴും അത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ തെക്കൻ ലബനൻ പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ കടക്കുന്നു. ഈ തെക്കൻ ലബനനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായ പ്രാധാന്യം അത് ഇസ്രയേലുമായിട്ട് എന്താണ് കണക്ട് ചെയ്യുന്നത്? 26 വർഷം ഇസ്രയേലിൻ്റെ ഒരു നീണ്ട കാത്തിരിപ്പ്. ആ 26 വർഷങ്ങൾക്ക് ശേഷം ഇസ്രയേൽ ഇപ്പോൾ ദക്ഷിണ ലബനനിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലബനനും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് IDFന്റെ 5 ഡിവിഷനുകൾ, ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് 10,000-ഓളം സൈനികരാണ്. അത്തരം 5 ഡിവിഷനുകൾ ലിറ്റാനി നദിക്കിപ്പുറമുള്ള ലബനൻ, തെക്കൻ ലബനൻ ഭാഗം പൂർണ്ണമായി കീഴടക്കി തങ്ങളുടെ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അവിടെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നു. വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഇസ്രയേലിൻ്റെ കൈവശം തെക്കൻ ലബനൻ്റെ വലിയൊരു ഭാഗം. ഇസ്രയേൽ വെടിനിർത്തൽ അംഗീകരിച്ചു. ലിറ്റാനി നദിക്കപ്പുറത്തേക്ക് അവർ കടന്നില്ല. പക്ഷേ പിന്നെ ലോകം കാണുന്നത് അവരുടെ കൈവശമുള്ള ഈ തെക്കൻ ലബനൻ മേഖല പൂർണ്ണ സുരക്ഷാ മേഖലയായി ഇസ്രയേൽ പ്രഖ്യാപിച്ചു. അവരിപ്പോൾ ചെയ്യുന്നത് പ്രത്യേക കരാറുകാരെ കൊണ്ട് തെക്കൻ ലബനനിലുള്ള ഗ്രാമങ്ങൾ തുടച്ചു നീക്കുകയാണ്. അവിടെയുള്ള കെട്ടിടങ്ങൾ, സ്കൂളുകൾ, ഇത്തരം നിർമ്മാണങ്ങളെല്ലാം അവർ പൂർണ്ണമായി തകർക്കുകയാണ്. തകർത്ത് അവിടെയുള്ള ജനങ്ങളെ വലിയൊരു ഓഫർ കൊടുത്തിരിക്കുന്നു ഇസ്രയേൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലബനൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാം. ആ പ്രദേശത്ത് ഇപ്പോഴും കുറേ ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട്. അവർക്കവിടെ താമസിക്കാനുള്ള പരിപൂർണ സുരക്ഷ ഇസ്രയേൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ താൽക്കാലികമായി ആ പ്രദേശത്ത് നിന്ന് അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേൽ ജനങ്ങളെ വെറും കൈയോടെ അല്ല മടക്കി വിടുന്നത്. അതാണ് നമ്മൾ കാണേണ്ട മറ്റൊരു മാനുഷിക വശം. അവർക്ക് അവരുടെ വീടുകളുടെ, അവരുടെ സ്വത്തിന് നഷ്ടപരിഹാരം നൽകി ഇസ്രയേൽ അവരെ തിരികെ അയക്കുകയാണ്. ഇതൊരു വലിയ കഥയാണ്, ഒരു വലിയ പകരം വീട്ടലിൻ്റെ കഥയാണ്. ഒരുപാട് ഇസ്രയേൽ ചോര ചിന്തിയ ഒരു യുദ്ധത്തിൻ്റെ കഥയുണ്ട്. 2000 ആണ്ടിൽ അവസാനിപ്പിച്ചൊരു യുദ്ധം. അന്ന് 185 ധീര സൈനികരെ അവിടെ നിന്ന് നഷ്ടപ്പെട്ട് ഇസ്രയേൽ മടങ്ങുമ്പോൾ അന്ന് ഇസ്രയേലികൾ ഒരു പ്രതിജ്ഞ ചെയ്തിരുന്നു, എന്തെങ്കിലും ഈ തെക്കൻ ലബനൻ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുമെന്ന്. 1982 ഇസ്രയേൽ തെക്കൻ ലബനനിലൊരു തെക്കൻ ലബനനെ തങ്ങളുടെ അധീനതയിലാക്കിയത്. അത് ലബനനിൽ തുടങ്ങിയ ഒരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ ബാക്കിപത്രമായിരുന്നു. വർഷങ്ങൾ നീണ്ട ഒരു ആഭ്യന്തര യുദ്ധം. ലബനൻ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. 1948 ഇസ്രയേൽ രൂപീകൃതമാകുമ്പോൾ തൊട്ടപ്പുറത്ത് പലസ്തീനെ കേന്ദ്രീകരിച്ച് അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു. അന്ന് വലിയ സഹിഷ്ണുത പുലർത്തിയ ലബനൻ രാജ്യം വിശാല ഹൃദയം പൂണ്ട് അവിടെ നിന്ന് തിരസ്കരിക്കപ്പെടുന്ന, അവിടെ നിന്ന് ഓടിപ്പോകുന്ന പലസ്തീനികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു, അഭയാർത്ഥികളായി. പലസ്തീനികൾ കൂട്ടത്തോടെ ലബനിലേക്ക് കുടിയേറി. പിന്നീട് പലവട്ടം ഇസ്രായേലിൻ്റെ അധിനിവേശം തുടർന്നപ്പോഴും അറബ് രാജ്യങ്ങളുമായിട്ട് യുദ്ധം തുടർന്നപ്പോഴുമൊക്കെ പലസ്തീനികൾ ധാരാളം ലബനിലേക്ക് കുടിയേറി. അവർ മിക്കവാറും ബെക്ക താഴ്വരയിലും തെക്കൻ ലബനനിലുമാണ് തങ്ങളുടെ താവളങ്ങൾ ഉറപ്പിച്ചത്. ആദ്യം അവർക്ക് വലിയ ഒരു അഭയാർത്ഥി ക്യാമ്പുകൾ തുറന്നു കൊടുക്കുന്നതിൽ ലബനൻ വിശാല മനസ്ഥിതി പ്രകടിപ്പിച്ചു. പക്ഷെ പെട്ടെന്ന് അവരുടെ ജനസംഖ്യ ഏറെ വർദ്ധിച്ചു. ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അവിടേക്ക് കൂടുതൽ പലസ്തീനുകൾ ഒഴുകിയെത്തി. പിന്നെ ലബനൻ അനുഭവിക്കുന്നത് പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ മറ്റൊരു യൂണിറ്റ് ലബനനിൽ തുടക്കമിടുന്ന കാഴ്ചയാണ്. എന്നാൽ ഈ PLO ഒരു ഭീകര സംഘടനയായി മാറുന്നത് ലബനൻ കേന്ദ്രീകരിച്ച്. കാരണം അവർക്കന്ന് ഗസ മുനമ്പിലോ വെസ്റ്റ് ബാങ്കിലോ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങൾക്കുള്ള സ്കോപ്പില്ല. കാരണം ഇസ്രായേൽ കയറി അടിക്കും. ഇസ്രായേലിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണം ആ മേഖലയിൽ ഉള്ളതുകൊണ്ട് ഭീകര പ്രവർത്തനങ്ങൾ, സംഘടനാ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ മിക്കവാറും ലബനനിലേക്ക് മാറ്റി. ഇതിനിടയിലാണ് ഷിയ മിലിഷ്യകൾ അവിടെ തലപൊക്കുന്നത്. പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ മറവിൽ ഭീകര സംഘടനകൾ തലപൊക്കുന്നത്. മുസ്ലിം സമുദായം കൂടുതൽ സംഘടിക്കുന്നു. അവരുടെ മിലിഷ്യകൾക്ക് രൂപം കൊടുക്കുന്നു. ഇതോടെ ഭൂരിപക്ഷ ക്രിസ്ത്യൻ ദ്രൂസ് വിഭാഗം ഒരുമിച്ചു.
തുടർന്ന് വലിയ ആഭ്യന്തര യുദ്ധം തുടങ്ങി. ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഒരു കെടുതി നമ്മൾ കാണുന്നത് തെക്കൻ ലെബനനിൽ സൗത്ത് ലെബനൻ ആർമി എന്ന പേരിൽ ക്രിസ്ത്യൻ വിമത ഗ്രൂപ്പ് ഒരു സായുധ പോരാട്ട സംഘത്തിന് രൂപം കൊടുക്കുന്നു. ആദ്യ തുടക്കത്തിൽ ഒരു 7000-ഓളം അംഗങ്ങളായിരുന്നുവെങ്കിൽ അവരുടെ നമ്പർ പെട്ടെന്ന് കൂടി. 82-ൽ അന്ന് ഇറാൻ IRGC ഉദ്യോഗസ്ഥരെ നേരെ ലെബനിലേക്ക് അയക്കുന്നു. അവരുടെ പ്രേരണയും പരിശീലനവും കൊണ്ട് IRGCയുടെ നിയന്ത്രണത്തിൽ ഹിസ്ബുള്ള രൂപീകൃതമാകുന്നു. 1982 മുതൽ 85 വരെയുള്ള ചരിത്രമാണ്. ആ കാലഘട്ടത്തിൽ ഹിസ്ബുള്ളയ്ക്ക് ധാരാളം ആയുധങ്ങൾ എത്തിക്കുന്നു, പണം എത്തിക്കുന്നു. ഹിസ്ബുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലൂടെ അവരുടെ സേനാംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. നേർക്ക് നേർ പോരാട്ടം. സൗത്ത് ലെബനൻ ആർമിയെ പൂർണ്ണമായി, ആദ്യം ഫ്രീ ലെബനൻ ആർമി എന്ന പേരിലായിരുന്നു ഈ ഒരു പ്രസ്ഥാനം രൂപം കൊണ്ടത്. പിന്നീട് സൗത്ത് ലെബനൻ ആർമിയെ ആ മേഖലയിൽ നിന്ന് തൂത്തെറിയും എന്ന് ഹിസ്ബുള്ള പ്രതിജ്ഞയെടുക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് സഹായവുമായി പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന തീവ്ര സംഘടന അവിടെയുണ്ട്. അവർ ഒരുമിച്ച് ചേർന്ന് SLAക്കെതിരെ യുദ്ധം തുടങ്ങി. SLA പിടിച്ചു നിൽപ്പിനായി പാടുപെടുന്നു. ക്രിസ്ത്യൻ സമൂഹം പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ഇസ്രയേൽ അധിനിവേശം തുടങ്ങി. അങ്ങനെ 1982-ൽ ലിറ്റാനി നദിക്കപ്പുറം ബെയ്റൂത്തിൻ്റെ തെക്കൻ ഭാഗം ഇസ്രയേൽ നിയന്ത്രണത്തിലാക്കി. IDF സേന ആ മേഖലയിലാകെ വിന്യസിച്ചു. പിന്നീട് ലോകം കാണുന്ന വളരെ ഭയാനകമായ യുദ്ധക്കെടുതികളാണ്. ഒരു വശത്ത് സൗത്ത് ലെബനൻ ആർമിയും അവർക്കൊപ്പം IDFും, മറുവശത്ത് ഹിസ്ബുള്ളയും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും. പക്ഷേ അതിൽ ചില ചതിവുകളുടെ കൂടി കഥയുണ്ട്. സൗത്ത് ലെബനൻ ആർമിയെ ലെബനീസ് സർക്കാർ നിരോധിക്കുന്നു. അവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നു. അവരെ വേട്ടയാടാൻ ലെബനീസ് സേനയെ കൂടി അയക്കുന്നു. അപ്പോൾ ഇസ്രയേലുമായി ലെബനൻ നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയായിരുന്നു. പിന്നീട് സൗത്ത് ലെബനൻ ആർമി വളരെ സംഘടിതമായ തലത്തിൽ പല മുന്നേറ്റങ്ങളും അവിടെ നടത്തി. ഹിസ്ബുള്ളയെ അവിടെ നിന്ന് തുരത്തി. ഒരു പരിധിവരെ ഹിസ്ബുള്ളയെ നിർവീര്യമാക്കാൻ സൗത്ത് ലെബനൻ ആർമിക്ക് കഴിഞ്ഞു. അങ്ങനെ പല പ്രദേശങ്ങളിൽ, ലിറ്റാനി നദിക്കിപ്പുറമുള്ള ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ദ്രൂസ് കുടുംബങ്ങൾ അവിടെ അവർ താവളമുറപ്പിച്ചു. അവർക്ക് സുരക്ഷിതമായി SLAയുടെ സേനാംഗങ്ങളിങ്ങനെ നിൽക്കും. IDFുമുണ്ട്. പക്ഷെ പലപ്പോഴും തീവ്രവാദി ആക്രമണങ്ങൾ, അതിർത്തി നുഴഞ്ഞു കയറി ഇസ്രയേലികളെ ആക്രമിക്കുന്ന ഹിസ്ബുള്ള, സൗത്ത് ലെബനൻ ആർമി മാത്രമല്ല ആ സൗത്ത് ലെബനൻ സേനാംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നു. അങ്ങനെ ഒരു ഭീകരത ആ തെക്കൻ ലെബനനെ വിഴുങ്ങിക്കൊണ്ടിരുന്നു. വളരെ കഷ്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ്. പല ക്രിസ്ത്യൻ കുടുംബങ്ങളും വന്ന് പാശ്ചാത്യ ലോകത്തേക്ക് കുടിയേറി പാർത്തു. അങ്ങനെ 1999 ഇസ്രായേലിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കി നിൽക്കുകയാണ്. അന്ന് ഏറ്റവും യഹൂദ് ബറാഖ്, ലേബർ പാർട്ടിയുടെ യഹൂദ് ബറാഖ് ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നു. താൻ അധികാരത്തിലെത്തിയാൽ ഒരു സമ്പൂർണ്ണ വെടിനിർത്തൽ പ്രഖ്യാപിക്കും. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സേനയെ നമ്മൾ പിൻവലിക്കുമെന്ന്. യഹൂദ് ബറാഖിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇസ്രായേലികളുടെ ജീവൻ എന്തിന് തെക്കൻ ലെബനനിൽ തകർക്കുന്നു അല്ലെങ്കിൽ കളയുന്നു എന്നത്. ഇസ്രായേലിലും വലിയ ചിന്ത ഉയർന്ന കാലഘട്ടം. കാരണം 1982 മുതൽ 2000 ആണ്ട് വരെ മറ്റൊരു രാജ്യത്ത് പോയി തങ്ങളുടെ സേനാംഗങ്ങൾ കൊല്ലപ്പെടുന്നു, അവിടെ യുദ്ധം ചെയ്ത് തളരുന്നു. എന്തിനാണ് ഇത്തരമൊരു നീക്കമെന്ന ചോദ്യം ഇസ്രായേലികൾ ചിലരൊക്കെ ഉയർത്തിയൊരു കാലഘട്ടമാണ്. അന്നാണ് ഈ ബറാഖിൻ്റെ ഈ തീരുമാനം വരുന്നത്. ബറാഖ് ഇത്തരമൊരു തീരുമാനം തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ യഹൂദ് ബറാഖ് അധികാരത്തിലെത്തുന്നു. യഹൂദ് ബറാഖ് അധികാരത്തിലെത്തിയപ്പോൾ ആദ്യ ദിവസം തന്നെ സേനാ പിന്മാറ്റം പ്രഖ്യാപിക്കുന്നു. അത് വലിയ കെടുതിയിലാണ് അവസാനിച്ചത്. കാരണം SLAയുടെ സേനാംഗങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. SLAയ്ക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ഒന്നുകിൽ സമ്പൂർണ്ണമായി ലെബനീസ് ആർമിയുടെ മുന്നിൽ കീഴടങ്ങുക, അല്ലെങ്കിൽ ഹിസ്ബുള്ള അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തും. ഹിസ്ബുള്ളയുടെ ഗറില്ല യൂണിറ്റുകളുണ്ട്, അവർ ഇവരുടെ കുടുംബങ്ങളടക്കം കൊന്നെറിയും. പക്ഷേ ഇസ്രയേലി സൈനികർ മടങ്ങുന്നതിന് മുൻപ് തന്നെ സൗത്ത് ലെബനൻ ആർമിയുടെ വലിയൊരു വിഭാഗം കുടുംബാംഗങ്ങളുമൊത്ത് ഇസ്രയേൽ അതിർത്തി കടന്ന് ഇസ്രയേൽ രാജ്യത്തിലെത്തി. അവരെ സ്വീകരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞ എടുത്തിരുന്നു. തങ്ങളുടെ രാജ്യത്തിലേക്ക് വരുന്നവർക്ക് പരിപൂർണ സുരക്ഷ ഒരുക്കുമെന്നാണ് ഇസ്രയേൽ എന്ന് പറഞ്ഞത്. അവരെ വലിയ ഊഷ്മളമായി ഇസ്രയേൽ സ്വീകരിച്ചു. അന്നത്തെ കാലത്ത് അവർക്ക് അവിടെ ഇസ്രയേലിൽ ഒരു
ജീവിതം തുടങ്ങാൻ ആവശ്യമായ പണം കൈമാറുന്നു, അവർക്ക് പാർപ്പിടമൊരുക്കാനുള്ള വസ്തു കൊടുക്കുന്നു, പാർപ്പിടം കൊടുക്കുന്നു. അങ്ങനെ അവരെ വലിയ സ്വീകാര്യതയോടെ ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം സൗത്ത് ലെബനൻ ആർമിയുടെ കുടുംബാംഗങ്ങൾ, ക്രിസ്ത്യൻ കുടുംബാംഗങ്ങൾ, അവർക്ക് ഇസ്രായേലിലേക്ക് പോരാൻ കഴിഞ്ഞില്ല. അവർ നിർദ്ദയം ഈ ഹിസ്ബുള്ള ഗറില്ലകൾ വേട്ടയാടി വലിയൊരു വിഭാഗത്തെ ലെബനീസ് ആർമി പിടിച്ച് തടങ്കലിലാക്കിയെങ്കിലും ഇസ്രായേൽ പിന്നീട് അവർക്ക് നേരെ വലിയ ആക്രോശങ്ങൾ നടത്തി, മുന്നറിയിപ്പുകൾ നൽകി. ഒടുവിൽ ലെബനൻ ഭരണകൂടം ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പുകളിൽ ഭയപ്പെട്ട് പലർക്കും 1 വർഷമോ 2 വർഷമൊക്കെ തടവ് ശിക്ഷ വിധിച്ച് അവരെ വിട്ടയച്ചു. എങ്കിലും ഈ കാലഘട്ടത്തിൽ ആ മേഖലയിലുള്ള ദ്രൂസ് ക്രിസ്ത്യൻ കുടുംബങ്ങൾ അപ്പാടെ തൂത്തെറിയപ്പെട്ടു. അവരിൽ ബഹുഭൂരിപക്ഷവും പാശ്ചാത്യ ലോകത്തേക്ക് കുടിയേറി. വലിയൊരു വിഭാഗം ഹിസ്ബുള്ളയാൽ ഭയപ്പെട്ട് ഉൾവലിഞ്ഞു, ലെബനൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് ഉൾവലിഞ്ഞു. ചിലരൊക്കെ ഒരു കോളനി പോലെ ജീവിതം ആരംഭിച്ചു, അതും ഹിസ്ബുള്ളയെ ഭയന്ന്. വലിയ തോതിൽ ചൂഷണങ്ങൾക്ക് അവർ വിധേയരായി. 2000 മുതൽ 2026 വരെയുള്ള കാലഘട്ടം ഇസ്രായേലിനൊരു വലിയ സ്വപ്നമായിരുന്നു. പിന്നീട് തങ്ങൾ ഒരിക്കൽ കൈയൊഴിഞ്ഞു പോകുന്ന തെക്കൻ ലെബനൻ തങ്ങളുടെ ഭൂപ്രദേശത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. മറുവശത്ത് അന്ന് ആ മേഖലയിലുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക്, ദ്രൂസുകൾക്ക് സംരക്ഷണമൊരുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന കുറ്റബോധം. 2006 ഇസ്രായേൽ അതിർത്തി കടന്ന് ഹിസ്ബുള്ള ഇസ്രായേലി സേനാംഗങ്ങളെ പിടിച്ചു കൊണ്ടുപോകുന്നു. അവരിൽ ചിലരെ വധിക്കുന്നു. വീണ്ടും 2006 ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ 34 ദിന യുദ്ധം നടത്തുന്നു. പക്ഷെ അന്ന് അതിശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദം, പ്രത്യേകിച്ച് അമേരിക്ക വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി. പക്ഷെ ഓർക്കണം, 1983 ഹിസ്ബുള്ള രൂപീകൃതമായതിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ സേനാംഗങ്ങൾക്കൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു അന്ന് ലെബനനിൽ. ആ അമേരിക്കൻ സേനാ കേന്ദ്രത്തിന് നേർക്കന്ന് ഹിസ്ബുള്ള ആക്രമണം നടത്തി. നിരവധി അമേരിക്കക്കാരാണ് അന്ന് മരിച്ചത്. അമേരിക്കൻ എംബസിക്ക് നേരെ അവിടെ ആക്രമണം നടത്തി. എന്നിട്ടൊന്നും അമേരിക്ക അന്ന് ഹിസ്ബുള്ളയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതല്ലാതെ അവരെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടത്തിയില്ല. ഇസ്രായേൽ പലപ്പോഴും അമേരിക്കയോട് ഹിസ്ബുള്ള ഭാവിയിൽ ലോകത്തിൻ്റെ ക്യാൻസറായി വളരും, ഇവരെ എന്നേക്കുമായി ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അപ്പോഴും അമേരിക്ക മുഖം തിരിച്ചു നിന്നത് ഇറാനുമായ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഇത് ചെന്ന് അവസാനിക്കുമെന്ന് ഭയപ്പെട്ടാണ്. ഹിസ്ബുള്ള 1982 രൂപീകൃതമാകുമ്പോൾ 3 കാര്യങ്ങളാണ് അവർ പ്രതിജ്ഞയെടുത്തത്. ഒന്ന്, ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്ന് തങ്ങൾ ഉന്മൂലനം ചെയ്യും. ഇറാൻ പരമാധികാരിയായിരിക്കും ഈ ഭൂമുഖത്തിൻ്റെ രക്ഷകൻ. ഇറാൻ പരമാധികാരത്തിന് കീഴിൽ ഒരു ഷിയ ഭരണകൂടം ലെബനനിൽ തങ്ങൾ സ്ഥാപിക്കും. പിന്നീട് 85 ശേഷം ലെബനൻ തെരഞ്ഞെടുപ്പുകളിലേക്ക് ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ കടന്നു വരുന്നു. ലെബനൻ പാർലമെൻറ്റിൽ അവർ നിർണായക സ്വാധീന ശക്തിയാകുന്നു. ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ അവർ വളർന്നു വരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ലെബനൻ പൂർണ്ണമായി തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കും എന്നവർ ദൃഢപ്രതിജ്ഞയെടുക്കുന്നു. പിന്നീട് 2000 ഇസ്രായേൽ പിൻവാങ്ങിയതോടെ ഹിസ്ബുള്ളയുടെ സ്വപ്നം വീണ്ടും ഉച്ചസ്ഥായിയിലായി. അവർക്ക് ധാരാളം ആയുധങ്ങൾ ഇറാനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നു. സിറിയയിൽ 2021 ബാഷർ അൽ അസദിന് പിന്തുണയുമായി ഹിസ്ബുള്ള സേനാംഗങ്ങൾ സിറിയയിലേക്ക് പോകുന്നു. അവിടെ ബാഷർ അൽ അസദിന് പിന്തുണ നൽകുന്നു. 2006 ഒരു യുദ്ധം ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് വന്ന 2 യുദ്ധങ്ങൾ, ഈ യുദ്ധങ്ങൾക്കപ്പുറം ഹിസ്ബുള്ളയെ കാര്യമായി ആക്രമിച്ച് തളർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല. ഇവിടെയാണ് നമ്മൾ 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണം മനസ്സിലാക്കാൻ. ആക്രമണത്തിന് പിന്നാലെ ഹമാസിനെ യുദ്ധത്തിലൂടെ തോൽപ്പിക്കാൻ ഇറങ്ങിയ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തുന്നു. ഇതോടെ ഇസ്രായേൽ തിരിച്ചറിഞ്ഞു, ഹമാസ് മാത്രമല്ല ഹിസ്ബുള്ളയെ കൂടി ഉന്മൂലനം ചെയ്യണമെന്ന്. ഇതായിരുന്നു ആത്യന്തികമായൊരു ട്വിസ്റ്റ്. അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അധികാരത്തിലെത്തിയത്. ഇതോടെ ബെഞ്ചമിൻ നെതന്യാഹുവിന് കൂടുതൽ കരുത്ത് കിട്ടി. ചരിത്രം തന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട് എന്ന് നെതന്യാഹു മനസ്സിലാക്കി. ആ ദൗത്യത്തിലേക്കാണ് പിന്നീട് നെതന്യാഹു നടന്നെടുത്തത്. ഇസ്രായേലികൾ എന്തുകൊണ്ടാണ് അവർ യുദ്ധത്തിനെ പരിപൂർണമായി അംഗീകരിച്ച് നിൽക്കുന്നത്? കാരണം അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഹമാസിനെ തോൽപ്പിച്ച് ഗസ മുനമ്പിൽ ഒരു മഞ്ഞ ലൈൻ ഇസ്രായേൽ വരച്ചു. അവരുടെ ഗസ പലസ്തീനികളുടെ രാജ്യമെന്ന് അവർ കരുതുന്ന ആ ഭൂമുഖത്താണ് ആ മഞ്ഞ വരി ഇപ്പോഴും ഉള്ളത്. ആ മഞ്ഞ യെല്ലോ ലൈൻ ക്രോസ് ചെയ്താൽ ഇസ്രായേലി സേനാംഗങ്ങൾക്ക് അവരെ വെടിവെച്ച് കൊല്ലാം. അതിന് മറ്റൊരു ഉത്തരവിൻ്റെ ആവശ്യമില്ല. ആത്മരക്ഷാർത്ഥം ഇസ്രായേലി സൈനികർക്ക് ഈ യെല്ലോ ലൈൻ ക്രോസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും വെടിവെച്ച് കൊല്ലാനുള്ള അനുവാദം ഇസ്രായേൽ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പ് അത്തരമൊരു ഉത്തരവാണ്
ലെബനനിൽ ഒരു മഞ്ഞ വര വരച്ചതിന് ശേഷം ഇസ്രായേൽ നൽകിയത്. സാങ്കേതികമായി ഇപ്പോൾ ലിറ്റാനി നദിയാണ് അവർ അതിൻ്റെ ഒരു അതിർത്തിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അത്രയേറെ തെക്കൻ ലെബനനിലെ അതിർത്തി പ്രദേശം തങ്ങളുടെ നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിർത്തണമെങ്കിൽ വലിയൊരു ഫോഴ്സ് ആവശ്യമുണ്ട്. ഇസ്രായേൽ അത്രയേറെ ഐഡിയ ഫോഴ്സിനെ അവിടെ വിന്യസിച്ചിട്ടില്ല. അവർ തന്ത്രപ്രധാനമായ ഏകദേശം 24 ചെക്ക് പോയിന്റുകളിലാണ് ഇപ്പോൾ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. ബാക്കി അവർ ആകാശമാർഗം നിരീക്ഷിക്കുന്നു, അതിശക്തമായ റഡാർ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രം മറ്റൊരു അത്ഭുതത്തിന് വഴിമാറി. ഇസ്രായേൽ തങ്ങൾ ഒരിക്കൽ മോഹിച്ച ആ തെക്കൻ ലെബനൻ ഭൂപ്രദേശം നിയന്ത്രണത്തിലാക്കി. ഇതിലെ ശരിയും തെറ്റുമൊക്കെ ഭാവി ചോദ്യം ചെയ്യും. ഇതിലെ ശരിയും തെറ്റും വലിയ വിവാദങ്ങൾക്ക് കാരണമാകും. പക്ഷേ നിശ്ചലമായി നിൽക്കുന്ന ഒരു ഭൗമ രാഷ്ട്രീയ സംവിധാനത്തിൽ ഈ കഴിഞ്ഞ 10 ദിവസം ഇസ്രായേൽ ഇത്തരമൊരു അധിനിവേശം നടത്തിയപ്പോൾ അതിനെതിരെ നമുക്കറിയാം മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ കണ്ടില്ല. എന്തിനേറെ നിസ്സംഗതയോടെ നോക്കി നിൽക്കാനേ മലയാളത്തിലെ പല മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും കഴിയുന്നുള്ളൂ. അമേരിക്കയുടെ മൗനാനുവാദം ഉണ്ട് എന്നത് വ്യക്തമാണ്. മറുവശത്ത് ഇറാനെ തകർക്കുന്നതിനിടയിൽ ഇസ്രായേൽ നേടിയെടുത്ത ഒരു അത്ഭുതമാണിത്. ഒരു 2 മാസം മുമ്പ് ഇസ്രായേൽ പറഞ്ഞിരുന്നു ചില അത്ഭുതങ്ങൾ ലോകത്തിന് മുന്നിൽ തങ്ങൾ കാട്ടിക്കൊടുക്കുമെന്ന്. ശരിക്കും 26 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം തെക്കൻ ലെബനനിൽ തങ്ങളുടെ സുരക്ഷാ മേഖല സൃഷ്ടിച്ചുകൊണ്ടപ്പോൾ ഇസ്രായേൽ വീണ്ടെടുത്തിരിക്കുന്നത് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു സുരക്ഷാ മുന്നൊരുക്കമാണ്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വൈകാരിക തലം എല്ലായ്പ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഭൂപ്രദേശങ്ങളുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തെക്കൻ ലെബനൻ, സിറിയയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഗോലാൻ കുന്ന്, ഇതൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു നീക്കത്തിലേക്ക്, അതായത് ആക്രമിച്ച് കീഴ്പ്പെടുത്തി യുദ്ധമെങ്കിൽ യുദ്ധം, അങ്ങനെ ഞങ്ങൾ ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കും ഒരു നീക്കം. ജെറുസലേം മറ്റൊരു ഭാഗം. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കശ്മീർ വൈകാരികമായ ഒരു തലമാണ്. കശ്മീർ അത് വിട്ടുകൊടുക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറല്ല. തൊട്ടപ്പുറത്ത് ഈ പറയുന്ന ലഡാക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അവിടെ ചൈനീസ് ആധിപത്യമുണ്ട്. അത് നമ്മൾ പിടിച്ചെടുക്കുമെന്ന് കുറേ കാലങ്ങളായി പറയുന്നതാണ്. പക്ഷേ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കടന്നുകൊണ്ട് അത് പിടിച്ചെടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് ഇന്ത്യക്ക് കടക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞൻ രാജ്യം അവരുടെ കൈവിട്ടുപോയ ഭൂപ്രദേശങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കുന്ന ഒരു തലത്തിലേക്ക് മാറുന്നു. അവിടുത്തെ ജനങ്ങൾ ബങ്കറിൽ കഴിഞ്ഞുകൊണ്ടാണെങ്കിലും ആ സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക്, എല്ലാത്തിനെയും ഒരു വൈകാരികതയോടെയാണ് ഈ പറയുന്ന ജൂതന്മാർ കാണുന്നത്. ഒന്നും വിട്ടുകൊടുക്കാൻ, അതായത് തങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു പിടിക്കണമെന്നൊരു വാശി അവർക്കുണ്ട്. പക്ഷേ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒന്ന് കണ്ണടയ്ക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചുറ്റും ശത്രുക്കളാണ്. ആയുധം താഴെ വയ്ക്കാൻ കഴിയാത്ത ഒരു ഇസ്രായേലിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു രാജ്യത്തിനും ഇത്രത്തോളം വലിയൊരു പ്രതിസന്ധി ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ല, എയ്ത അഷാബ് എന്ന് പറയുന്ന തെക്കൻ ലെബനനിലെ ഒരു ഗ്രാമപ്രദേശം, 26 വർഷം മുമ്പ് അവിടെ ഒരു സുരക്ഷാ മേഖല ഇസ്രായേലിനുണ്ടായിരുന്നു. ആ സൈനികരെ ഒരു കോട്ട കെട്ടി ഇസ്രായേൽ അന്ന് അവിടെ താമസിപ്പിച്ചിരുന്നു അധിനിവേശത്തിൻ്റെ കാലഘട്ടത്തിൽ. 26 വർഷം മുമ്പ് ഉപേക്ഷിച്ച് പോകുന്ന ആ സുരക്ഷാ മേഖലയിൽ ഒരാഴ്ച മുൻപാണ് വീണ്ടും IDF പ്രവേശിച്ചത്. എന്നവർ ആ മണ്ണിൽ മുത്തമിട്ടു. ആ മണ്ണ് കയ്യിലെടുത്ത് ഇനി ഈ മണ്ണ് വിട്ടുകൊടുക്കില്ല എന്നവർ പ്രതിജ്ഞയെടുത്തു. അപ്പോൾ ഈദ ഷാബിൽ കണ്ട ആ ഒരു വൈകാരികത തെക്കൻ ലെബനൻ്റെ അന്ന് ഇസ്രായേൽ സേന ഉപേക്ഷിച്ച് പോയ ഏകദേശം 28 സൈനിക പോസ്റ്റുകളിൽ അവർ പ്രകടിപ്പിച്ചു. ഇതൊരു വീണ്ടെടുക്കലാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇവിടെ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളൊന്നും ഇസ്രായേൽ വകവെക്കുന്നില്ല. മറുവശത്ത് ഇസ്രായേലിന് പരിപൂർണ്ണ പിന്തുണയൊരുക്കുന്ന അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ലിറ്റാനി നദിക്ക് ഇപ്പുറമുള്ള ഭാഗം തങ്ങളുടെ സുരക്ഷാ മേഖലയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു നിൽക്കുന്ന മൊമെൻ്റമാണ്. അവിടെ നിന്ന് ഇസ്രായേൽ പിൻവലിയുന്നില്ല. പകരം ആ മേഖല ഒന്നാകെ സുരക്ഷാ ഭീഷണി ഒഴിവാക്കി ഇസ്രായേൽ പരിപൂർണമായ ഒരു ബഫർ സോണായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന് ഇസ്രായേൽ പറയുന്ന ചില കാരണങ്ങളുണ്ട്. ആ മേഖലയിൽ ഹിസ്ബുള്ള പ്രവർത്തിച്ചിരുന്നത് അവിടെയുള്ള സിവിലിയന്മാരെ മറയാക്കിയാണ്. സിവിലിയന്മാരുടെ വീടുകൾക്ക് താഴെ അവർ ബങ്കറുകൾ തീർത്ത് അവിടെ റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജമാക്കിയിരുന്നു. സിവിലിയന്മാരുടെ വീടുകളുടെ കാർപോർച്ച് വരെ അവരുടെ റോക്കറ്റ് ലോഞ്ചറുകളായിരുന്നു. പിക്കപ്പ് വാനുകളുടെ പിൻവശം ഇത്തരം റോക്കറ്റ് ലോഞ്ചറുകൾ സജ്ജമാക്കിയിരുന്നു. അപ്പോൾ ഒരു പ്രദേശമാകെ ഇസ്രായേലിനെ തകർക്കാൻ, ഇസ്രായേലിനെ ആക്രമിക്കാൻ, ഇസ്രായേലി സിവിലിയന്മാരെ കൊലപ്പെടുത്താനുള്ള സജ്ജീകരണമൊരുക്കി കാത്തിരിക്കുന്ന ഒരു ഭീകരത, അതിനെ തകർത്തേ തങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് ഇസ്രായേൽ ലോകത്തോട് പറയുമ്പോൾ അതിനെ എങ്ങനെ നിഷേധിക്കാൻ കഴിയും? 2000 ആണ്ടിൽ ഇസ്രായേൽ അവിടെ നിന്ന് പിൻമാറ്റം പ്രഖ്യാപിച്ച് ഇസ്രായേൽ സേന പിൻവാങ്ങുമ്പോൾ ലോകം ഒരു വലിയ ഓഫർ ഇസ്രായേലിന് കൊടുത്തിരുന്നു.
അതായിരുന്നു UN സമാധാന സേന. UN സമാധാന സേന അന്ന് തെക്കൻ ലെബനൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നുവെന്നാണ് UN പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഭാഗമായി ഏകദേശം 300ഓളം അമേരിക്കൻ ഫ്രഞ്ച് സൈനികർ ബെയ്റൂത്തിന് തെക്കൻ ഭാഗത്ത് നിലയുറപ്പിച്ചു. അവരെയാണ് 1983 ഹിസ്ബുള്ള കൊലപ്പെടുത്തിയത്. UN സേനാംഗങ്ങളെ കൂട്ടത്തോടെ കൊലപ്പെടുത്തിയിട്ടും അതിനെതിരെ പ്രതികരിക്കാനൊന്നും UN കഴിഞ്ഞില്ല. UN ഔട്ട് പോസ്റ്റുകൾ ഇസ്രയേൽ ലെബനൻ ദക്ഷിണ ലെബനനിലുടനീളം അന്ന് രൂപീകരിച്ചിരുന്നു. ആ ചെക്ക് പോസ്റ്റുകളൊക്കെ പിന്നീട് ഹിസ്ബുള്ള കൈയടക്കി. UN ശമ്പളം കൊടുത്ത് അവിടേക്ക് അയച്ച സേനാംഗങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് ഹിസ്ബുള്ളയാണ്. പിന്നീട് UN സേന ഹിസ്ബുള്ളയുടെ സംരക്ഷകരായി മാറി. ആ മേഖലയിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ ദ്രൂസ് കുടുംബങ്ങളെ പലവിധ ചൂഷണങ്ങൾക്ക് ഇരയാക്കി. ഇതിനെ പലവട്ടം ഇസ്രായേൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന് അന്ന് വലിയൊരു അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. ഇസ്രായേലിനോട് ലോകം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗസ മുനമ്പിലെ പലസ്തീൻ രാജ്യമായി പ്രഖ്യാപിക്കാനുള്ള സമ്മർദ്ദമാണ്. അതവർ ഒരു കാലത്തും അംഗീകരിക്കുന്നില്ല. വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായി സ്വതന്ത്രമാക്കാനുള്ള സമ്മർദ്ദമാണ് അന്താരാഷ്ട്ര ഒരു ഇൻ്റർനാഷണൽ സമ്മർദ്ദം അനുഭവിച്ചു കൊണ്ടിരുന്ന ഇസ്രായേൽ. അപ്പോൾ ആ ഒരു സമ്മർദ്ദത്തെ അതിജീവിക്കുന്നതിനിടയിൽ തെക്കൻ ലെബനൻ തങ്ങളുടെ വലിയൊരു ദുഃഖമായി അവരുടെ മനസ്സിൽ അവശേഷിച്ചു. ആ ദുഃഖം, ആ പക, ആ വീണ്ടെടുപ്പ്, അതിലേക്കാണ് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിനിടയിൽ ഒരു വലിയ ശ്രമത്തിന് മുതിർന്നത്. നമുക്കറിയാം, ഇറാനെതിരെയുള്ള യുദ്ധം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആരംഭിക്കുന്നു. ഇതിനെ തുടർന്ന് ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ പായിക്കുന്നു. അത് ഹിസ്ബുള്ളയുടെ സമ്പൂർണ്ണ നാശത്തിന് കാരണമാകുന്നു. പിന്നീട് ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത അതിശക്തമായ ആക്രമണം. ഇക്കുറി ഇസ്രായേലിൻ്റെ ആക്രമണത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ അവർ മുന്നറിയിപ്പ് നൽകി സിവിലിയന്മാരെ ഒഴിപ്പിച്ചിട്ടാണ് ആക്രമണം നടത്തുന്നത്. ഇത്തവണ അതൊന്നും ചെയ്തില്ല. ഹിസ്ബുള്ള എവിടെയുണ്ടോ അവിടേക്ക് അവർ റോക്കറ്റുകൾ പായിച്ചു. സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. പക്ഷേ അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിപ്പിച്ച് തെക്കൻ ലെബനിലേക്ക് ഒരു അധിനിവേശം നടത്തുക. അതായിരുന്നു ഇസ്രായേൽ പദ്ധതിയിട്ടത്. 1982-2000 അധിനിവേശവും ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ ഈ സുരക്ഷാ മേഖല പ്രഖ്യാപിക്കലും തമ്മിൽ വിലയിരുത്തുമ്പോൾ വലിയൊരു ചരിത്രപരമായ വ്യത്യാസമുണ്ട്. അന്ന് അവിടെ ഹിസ്ബുള്ളയെയും അവിടെയുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങളെയും ദ്രൂസുകളെയും ഒക്കെ അതിജീവിക്കുന്ന ഒരു മേഖലയ്ക്കുള്ളിൽ അധിനിവേശ ശക്തിയായി ഇസ്രായേൽ നിലനിൽക്കുകയാണ് ചെയ്തത്. അവരെ ഒഴിപ്പിച്ചില്ല. ഇന്ന് ആ പ്രദേശം പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ട്, തങ്ങൾ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട്, സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ ആ മേഖല കൈയടക്കി. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവിടെ ഇനിയൊരു മനുഷ്യവാസം വേണ്ട. പക്ഷേ ഹിസ്ബുള്ള ഭാവിയിൽ ഇനി വീണ്ടും ആയുധ സജ്ജമായാൽ അവർ തൊടുക്കുന്ന റോക്കറ്റുകൾ വളരെ ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് അധികമായിട്ട് ഹിസ്ബുള്ളയുടെ കയ്യിലുള്ളത്. അത്തരം ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഉപയോഗിക്കാനുള്ള പരിധിക്കപ്പുറത്തേക്ക് അവരെ തള്ളി മാറ്റുക ചെയ്തത്. അപ്പോൾ ഹിസ്ബുള്ളയെ ഒരു തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ തെക്കൻ ലെബനൻ്റെ മറ്റൊരു ഭാഗത്തേക്ക്, ബെയ്റൂത്ത് ഭാഗത്തേക്ക് അവരെ തള്ളി മാറ്റുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. ഒരു ചരിത്രത്തിലെ വലിയൊരു തിരുത്തലാണ് അവർ നടത്തിയത്. പലവിധ ചോദ്യങ്ങൾ ഇവിടെ ഉയരും. ഇത് മനുഷ്യരാശിക്ക് മേൽ ഇത്തരം അതിക്രമങ്ങൾ നടത്താമോ? ഇതൊരു കരുത്തൻ്റെ അധിനിവേശമല്ലേ? ആയുധം ഉപയോഗിച്ച് മനുഷ്യരാശിയെ കൊന്നൊടുക്കുന്ന ഒരു ക്രൂരതയല്ലേ? ഇതൊക്കെ ചോദ്യങ്ങളാണ്. പക്ഷേ ആ ചോദ്യങ്ങൾക്കപ്പുറം ഒരു രാജ്യത്തിലെ സിവിലിയന്മാരെ നിരന്തരം ആക്രമിച്ച് അവരെ കൊലപ്പെടുത്താൻ ആയുധ സജ്ജരായി നിൽക്കുന്ന ഒരു മിലിഷ്യ, അവരുടെ അനുദിനം അവരുടെ വളർച്ച, അതിനെ തടയിട്ട് സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഭരണകൂടത്തിനില്ലേ? ഒരു സൈന്യത്തിനില്ലേ? ഇസ്രായേൽ അതാണ് ചെയ്തത്. പിന്നീട് മറുവശത്ത് ഇസ്രായേൽ സേന സദാ ജാഗരൂകരായി നിൽക്കേണ്ടേ? അവർ ഉറക്കമുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം. ഇസ്രായേലിൻ്റെ ശൈലി അതാണ്. ഇസ്രായേൽ പ്രതിരോധവും ആക്രമണവും ജീവിതവും ഇത് സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലികൾ ജീവിക്കുന്നത്. ലോകത്ത് ഈ സന്തുഷ്ട രാജ്യങ്ങളുടെ പട്ടികയുണ്ടല്ലോ, അതിലിപ്പോഴും 7 അല്ലെ 8ാം സ്ഥാനമാണ് ഇസ്രായേലിന്. ഇത്രയധികം യുദ്ധം നടക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഒരു സന്തുഷ്ട രാജ്യമായി കഴിയുന്നു? സൈറണുകൾ കേൾക്കുമ്പോൾ അവർ ബങ്കറിലേക്ക് പോകും. സൈറണുകളില്ലാത്ത സമയത്ത് അവർ ടെല്ലവീവിലും ഇസ്രായേലിൻ്റെ തീരപ്രദേശങ്ങളിലെ നല്ല സീഷോറുകളിലുമൊക്കെ പോയി സൺബാത്ത് ചെയ്യും. പാർക്കുകളിൽ അവർ ഉല്ലസിക്കും. റെസ്റ്റോറൻറ്റുകളിൽ വളരെ സമയം ചെലവിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം അവർ
ജീവിക്കും. അതിലപ്പുറം വലിയ സുഹൃത്ത് ബന്ധങ്ങളുള്ള രാജ്യമാണ്, വലിയ ദേശീയതയുള്ള രാജ്യമാണ്. പക്ഷേ സൈറണുകൾ മുഴങ്ങുമ്പോൾ അവർക്കറിയാം ഒരു അപകട ഭീഷണി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. അത് പൊതു ഇടങ്ങളിലും വീടുകളിലും ഒക്കെ അവർക്ക് വേണ്ടത്ര ബങ്കർ സുരക്ഷയുണ്ട്. അതിലേക്ക് അവർ ഉൾവലിയും. ആ സുരക്ഷ ഭരണകൂടം അവർക്ക് ഉറപ്പുവരുത്തുമെന്ന് അവർക്കറിയാം. അവരുടെ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് ഇക്കാര്യത്തിൽ, ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അവർക്കറിയാം. സൈന്യത്തിലേക്ക് വോളണ്ടിയർ സേവനമനുഷ്ഠിക്കാൻ ആ ജനതയ്ക്ക് മടിയില്ല. നിർബന്ധിത സൈനിക സേവനം ചെയ്യുന്ന യാഥാസ്ഥിതികരുണ്ട്, അവർക്കും അതിന് മടിയില്ല. ആ ജനത എപ്പോഴും പറയുന്നത് തങ്ങൾ ചെറുത്തുനിൽപ്പിലൂടെ ശക്തി സംഭരിച്ച് ശത്രുവിനെ ആക്രമിച്ച് തകർത്ത് യുദ്ധം ഞങ്ങൾക്ക് ശക്തി പകരുന്നത് അതിജീവനത്തിനെന്നാണ്. അതുതന്നെയാണ് നെതന്യാഹു പറയുന്നത്. ശക്തി, അതിലൂടെ സമാധാനം. ഇപ്പോൾ ശക്തിയിലൂടെ സമാധാനം കൈവരുത്തുന്ന ഒരു രാജ്യം, യുദ്ധം അവരുടെ ജീവിതക്രമത്തിൻ്റെ ഭാഗമായി കാണുന്ന രാജ്യം, ശത്രുപക്ഷം എപ്പോഴും ഉണർന്നിരുന്ന് തങ്ങളെ ആക്രമിച്ച് ഒരു ജനതയെ ഇല്ലാതാക്കുമെന്ന് ഭയപ്പെടുന്ന ഒരു രാജ്യം, ജാഗ്രതയിൽ മാത്രം അവർക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇത് അതിജീവനത്തിൻ്റെ പാഠമായി ഈ യുദ്ധം. മറുവശത്ത് ലോക മാനവ കുലം ഒരുപക്ഷെ അവരെ അധിനിവേശ ശക്തികളെന്നോ ആക്രമണകാരികളെന്നോ മുദ്ര കുത്തിയേക്കാം. പക്ഷെ അവരതിൽ ഭയക്കുന്നില്ല. ഇതാണ് ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം. ഇവിടെ ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇസ്രയേൽ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതായത് മറ്റു രാജ്യങ്ങളെല്ലാം ഇസ്രയേലിനെ കടന്നാക്രമിക്കുന്ന ഒരു സാഹചര്യം, UN-ൽ ഉൾപ്പെടെ ഒരു കുറ്റക്കാരനെ പോലെ ഇസ്രയേൽ നിൽക്കുന്ന ഒരവസ്ഥ. അമേരിക്ക അപ്പോഴും പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ടെങ്കിലും ഇസ്രയേൽ അധിനിവേശം നടത്തുന്നു, വംശഹത്യ നടത്തുന്നു, ലെബനനിലേക്കും ഗസയിലേക്കും വംശീയ ഉന്മൂലനം നടത്തുന്നു എന്നുള്ള ഒരു നീക്കം. ഒരു ഇസ്ലാമിക വെറി പിടിച്ചിരിക്കുന്ന ഒരു രാജ്യമായി ഇസ്രയേൽ മാറുന്നു. ഇസ്രയേൽ ഒരു ക്യാൻസർ ആണെന്ന് വരെ നമ്മൾ കേട്ടു. അത്തരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ ഒരു വേള നമ്മൾ കഴിഞ്ഞ തവണ നടന്ന സംഭവ വികാസങ്ങൾ, അതായത് മറ്റ് രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്ന തരത്തിലേക്ക്, അതായത് ഞങ്ങളുടെ ആകാശം മുറിച്ചു കടന്നാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ചില വെല്ലുവിളികൾ നമ്മൾ കേട്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറ്റലി പ്രതിരോധ കരാർ റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളിൽ മിക്കവരും ഈ പറയുന്ന ഇത് വംശീയ ഉന്മൂലനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിനെ തള്ളി മാറ്റുമ്പോഴും ഞങ്ങൾ പിടിച്ചു നിൽക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു ഇസ്രയേലിനെ, ആരും വേണ്ട എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു ഇസ്രയേലിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിനൊപ്പവും തന്നെ മറ്റു രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധവും വലുതല്ലേ? അല്ല, ഇരട്ട മുഖമാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. ഇപ്പോൾ ഇറ്റലി പരസ്യമായി ഇസ്രയേലിനെ തള്ളി പറയുന്നു. ഇമ്മാനുവൽ മാക്രോൺ നേരത്തെ ഗസ യുദ്ധ സമയത്ത് ഇസ്രയേലുമായുള്ള ആയുധ കരാർ മരവിപ്പിച്ചിരുന്നു. കെയർ സ്റ്റാമർ പലപ്പോഴും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇതൊക്കെ ലോകത്ത് നമുക്ക് കാണാം ഒരു വശത്ത്. പക്ഷെ മറുവശത്ത് ലെബനൻ എന്ന രാജ്യത്തിന് എന്താണ് സംഭവിച്ചത്? ഒരിക്കൽ മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നൊക്കെയാണ് ലെബനൻ അറിയപ്പെട്ടിരുന്നത്. സൗത്ത് ഏഷ്യയിലെ പാരീസ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അതിന്ന് സാമ്പത്തിക അരാജകത്വത്തിൽപ്പെട്ട് പട്ടിണിയും പരിവട്ടവുമായി ജീവിക്കുന്നു. സമാനമായ അവസ്ഥ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വരുമെന്നാണ് പലപ്പോഴും നെതന്യാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾക്കറിയാം. അവർ പരസ്യമായി ഇസ്രായേലിനെതിരെ ഒരു നിലപാടെടുക്കുമ്പോഴും ആ നിലപാടിന് ശക്തിയില്ല. കാരണം ഹോർമുസ് കടലിടുക്ക് തുറക്കണമെങ്കിൽ അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേൽ കൂടി വേണമെന്ന് യൂറോപ്പിനറിയാം, നാറ്റോ സഖ്യരാജ്യങ്ങൾക്കറിയാം. അതുകൊണ്ട് അവർ ഇസ്രായേലിനെ മുറിച്ചു മാറ്റില്ല. അവരുടെ രാജ്യത്തെ ഒരു ന്യൂനപക്ഷത്തെ സംതൃപ്തിപ്പെടുത്താൻ ഇത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന അതേ ഉള്ളൂ. കാരണം മറുവശത്ത് അമേരിക്ക ഇന്നലെ ഇസ്രായേലിനെ ചേർത്ത് പിടിക്കുന്ന നമ്മൾ കണ്ടു. അമേരിക്കൻ സെനറ്റിൽ ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തണമെന്നാവശ്യപ്പെട്ടൊരു പ്രമേയം വന്നു. ഭൂരിപക്ഷവും അതിനെ തള്ളിക്കളഞ്ഞു. ട്രംപ് ഇന്നലെ പറഞ്ഞത് ധീരരും വീരരുമായ യോദ്ധാക്കളാണ് ഇസ്രായേൽ, അവർക്കൊരു പോരാട്ടത്തിൽ എങ്ങനെ വിജയിക്കണമെന്നറിയാം. ആ മഹാരാജ്യം എപ്പോഴും അമേരിക്കയുടെ സഖ്യരാജ്യമാണ്, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്ന്. വീണ്ടും ഒരു യുദ്ധം ഇറാനുമായി വന്നാൽ ഇസ്രായേലിനെ തങ്ങൾക്കൊപ്പം കിട്ടിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്ന് അമേരിക്ക പോലും തിരിച്ചറിയുന്നു. അത്തരമൊരു മഹത്വവും ശക്തിയും ഇസ്രായേലിനുണ്ട്. ഇതാണ് യൂറോപ്യൻ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതും അവർ ഇസ്രായേലിനെ പരിപൂർണമായി മുറിച്ച് നീക്കുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്നതും. മറുവശത്ത് ജൂതന്മാരുടെ ബുദ്ധി, അതവർ ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു മൊസാദ് ബുദ്ധി എന്ന് പറഞ്ഞ് നമുക്ക് അധിക്ഷേപിക്കേണ്ടതില്ല. അതിലപ്പുറം ജൂതന്മാരുടെ വലക്കണ്ണുകൾ ലോകത്തെവിടെയുമുണ്ട്. അവർക്ക് ഏത് ശത്രു രാജ്യത്ത് എപ്പോൾ വേണമെങ്കിലും ഏത് വിധേനയും ശത്രുവിൻ്റെ അറിയാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. മൊസാദ് രൂപീകരിക്കപ്പെട്ടത് തന്നെ അങ്ങനെയാണല്ലോ. മൊസാദ് ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുക, അതായിരുന്നു മൊസാദിൻ്റെ ലക്ഷ്യം.
അത് ഇസ്രായേൽ മണ്ണിലല്ല, ലോകത്തിൻ്റെ ഏത് ഭാഗത്തൊളിച്ചാലും ശത്രുവിൻ്റെ തലയെടുക്കുക. അപ്പോൾ തലയെടുക്കുന്നതിൽ രണ്ടാമതൊരു ആലോചനയില്ല. റീത്ത് വെച്ച് തലയെടുത്ത നിരവധി കഥകളും ചരിത്രങ്ങളും മൊസാദാണ് ലോകത്തിന് പറഞ്ഞു കൊടുത്തത്. എന്താണ് യഥാർത്ഥ പകപോക്കൽ എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് മൊസാദാണ്. മൊസാദിൻ്റെ ചെയ്തികളാണ് പല ഹോളിവുഡ് സിനിമകളെയും ത്രസിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവരുടെ യുദ്ധകഥ തുടരുമ്പോൾ ആ പ്രതികാരത്തിൻ്റെ കഥയും തുടരും, ഒപ്പം വീണ്ടെടുക്കലിൻ്റെ കഥയും. ആ വീണ്ടെടുപ്പ് നമ്മൾ ഇപ്പോൾ തെക്കൻ ലെബനനിൽ കാണുന്നു. തെക്കൻ ലെബനൻ 26 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഒരു വീണ്ടെടുപ്പ് നടത്തുന്ന ഒരു അത്ഭുത കഥയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ നിർണായക ഒരു നിമിഷം ആണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം കൈവിട്ടു പോയത് തിരിച്ചു പിടിച്ചതിൻ്റെ വലിയൊരു ആവേശം അത് ഇസ്രയേലികൾക്കുണ്ട്. എന്തായാലും ചുറ്റും ശത്രുക്കളാൽ വലയപ്പെട്ട് നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും, ഞങ്ങളുടെ രാജ്യത്തെ പൂർണ്ണമായി സംരക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഉറപ്പാണ് അവിടുത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.